ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത് പശ്ചിമബംഗാളിൽ നിന്നാണ്. വീണ്ടും ഇതാ കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നു. ദുർഗാപൂരിലെ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയെയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ പോലീസ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. हमने कोशिश किया एफआईआर करने का, उन्होंने एफआईआर नहीं भी किया। फिर हाईकोर्ट ने मामला किया, उसका बाद बोला है डीसी पदमर्यादा की किसी को देकर इसको तदंत कराने का। लेकिन सीबीआई कोलकाता पुलिस ने अभी तक कुछ नहीं किया। लेकिन हमारा साथ जो कुछ करेगा तो हमारा साथ तो जोगाजोग करेगा, लेकिन कुछ नहीं कर रहा है। किसी का आइन भी नहीं मानता है और पुलिस तो कोई काम ही नहीं करता है. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, ഒരു സംഭവം ഇപ്പോഴും നിറഞ്ഞേൽക്കുന്നതാണ്. അതിന്റെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ ഏറെ നാൾ കണ്ടതാണ്. എന്നിട്ടും ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല? ദിവിഷ, ഇതിപ്പോൾ ബംഗാളില് 2ാമത്തെ സംഭവമാണ്. നേരത്തെ ആർ.ജി. കർ സർവകലാശാല മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ അത് വഴിവെച്ചതാണ്. ഇപ്പോൾ ദുർഗാപൂരിലെ IQ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ ആൺ സുഹൃത്ത് ഭക്ഷണം കഴിക്കാൻ പുറത്തു കൊണ്ടുപോവുകയും പിന്നീട് 2 പേർ വന്നപ്പോൾ ഈ ആൺ സുഹൃത്ത് ഓടിപ്പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നും ആണ് പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വിദ്യാർത്ഥികൾ വലിയ തോതിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും സുരക്ഷ ഒരുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം.